പ്രയർ പറഞ്ഞോട്ടോ. മാമിനെ കാണുന്നില്ലല്ലോ. പ്രയർ പറഞ്ഞോ ലവ്ലി. Okay, ma'am. Dear God, thank you for this new day. Please guide my thoughts, words, and actions, and help me spread kindness and love. Give me strength for the challenges ahead, and keep me mindful of your blessings. Amen. Thank you. മാം കാണുന്നില്ല. 1 minute കേട്ടോ. ഓക്കെ. സൈൻ ഇൻ പറഞ്ഞോ. Good morning, all. I am Renu. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Miss Aparna Miss to conduct today's class. I also invite the thought of the day Famida for today thought. Thank you. തോട്ട് പറഞ്ഞോ കേട്ടോ. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, my dear friends. I am Famida from Gudalur. Today I am presenting a thought. Success is not final, failure is not fatal. It is the courage to continue that counts. Thank you. താങ്ക് യു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു സെമിനാർ ആയിരുന്നു കണ്ടക്ട് ചെയ്തത് അല്ലേ? ഓക്കെ. നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലേ? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളായിരുന്നു. ആണോ? ഓക്കെ. നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എപ്പോഴാണ് കൊടുക്കുന്നത്? എന്തെങ്കിലും ആക്സിഡൻസോ എമർജൻസീസോ വരുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആദ്യം നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ശരിക്കും പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണോ? അല്ല. ആ ഒരു ആക്സിഡന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഒരു ഇതിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ് എന്ത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മളൊരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവേഴ്സിന് നമ്മൾ പറയുന്ന പേര് ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത്. ആ ഒരു പേഷ്യന്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടേ എന്ന് നിശ്ചയിക്കുന്നത് ഏത് അവേഴ്സിലാണ്? ഈ ഗോൾഡൻ അവേഴ്സിലാണ്. അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ലൈഫ് റിസ്കിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഫസ്റ്റ് എയ്ഡ് എന്താണ്, അതേപോലെ ഫസ്റ്റ് എയ്ഡ് മിക്ക ആക്സിഡൻസിനും എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മളുടെ സിലബസിന്റെ ഭാഗമാക്കിയിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യോ? ഓക്കെ, സൗമ്യ റീഡ് ചെയ്തു. First aid. It is natural to have accidents in schools. It is required that before actual medical aid can be pursued, something has to be done to the injured. This kind of treatment is called first aid. First aid is not a proper treatment. It is relief given to the patient before proper treatment by a doctor is made available. First aid is defined as the treatment that is given on the spot before in the actual medical aid is reached. സൗമ്യ, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് എന്ത് സ്കൂളുകളിൽ ആക്സിഡന്റ് സംഭവിക്കുക എന്നുള്ളത്. സോ നമ്മള് ബിഫോർ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ എന്താ പറയാ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സർവീസ് അവൈലബിൾ ആകുന്നതിന് മുമ്പോ ആ ഒരു ഇൻജേർഡ് പേഴ്സണ് നമ്മൾ ആ ഒരു ആക്സിഡന്റിന്റെ ആ ഒരു വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഇസ് നോട്ട് എ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാതെ ഒന്നും ഇരിക്കാൻ പാടില്ല. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്.
It is reliefs given to the patient before proper treatment is made available. ആ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ദാറ്റ് ഇസ് ഗിവൺ ഓൺ ദി സ്പോട്ട്. എവിടെയാണോ ആക്സിഡന്റ് സംഭവിച്ചത് ആ ഒരു സ്ഥലത്ത് അപ്പൊ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ബിഫോർ ദ മെഡിക്കൽ എയ്ഡ് ഈസ് റീച്ച്ഡ്, നമുക്ക് ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പ്, മേ ബി ആംബുലൻസോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സർവീസോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പോ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, സ്കൂളുകളിൽ ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് എന്തായാലും കമ്പൽസറി ആയിട്ട് വേണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിന്റെ സ്കൂളാണ് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്തോട്ടോ. ഓക്കെ, രശ്മിയാണോ രേണുവാണോ? രശ്മി ആരോമൽ. ഓക്കെ, രശ്മി പറഞ്ഞോളാം. First aid unit in the school. Schools are expected to keep an adequate number of first aid kits. The service of nursing assistant should be available. The following are essential to be included in the first aid kit: cotton wool, tape, brush, roller bandages, safety pin, triangular bandages, needle, scissors, olive oil. അതായത് സ്കൂൾസ് ആർ എക്സ്പെക്ടഡ് ടു കീപ് ദ അഡിക്കേറ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ്. എല്ലാ സ്കൂളുകളിലും ആവശ്യത്തിനുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ദ സർവീസസ് ഓഫ് ദ നഴ്സിംഗ് അസിസ്റ്റന്റ് ഷുഡ് ബി അവൈലബിൾ. അതോടൊപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റും ഉണ്ടായിരിക്കണം. ദ എസെൻഷ്യൽ എന്തൊക്കെയാണ് വേണ്ടത് ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്ന് പറഞ്ഞാൽ, കോട്ടൺ വൂൾ വേണം, ടേപ്പ് വേണം, ബ്രഷ് വേണം. മാം കാണുന്നില്ല. ബ്രഷ് വേണം, പിന്നെ റോളർ ബാൻഡേജസ്, സേഫ്റ്റി പിന്ന്, ട്രയാങ്കുലർ ബാൻഡേജസ്, സൂചി, കത്രിക, ഒലിവ് ഓയിൽ, സീസേഴ്സ്, പിന്നെ ബോറിക് ലിൻഡ്, സ്പ്ലിന്റർ, സോൾട്ട്, ഉപ്പ്, കാർബോളിക് ആസിഡ്, പിന്നെ സോഡിയം ബൈകാർബണേറ്റ്, വിനെഗർ, സ്പൂൺ, ടിങ്ചർ ഓർ അയഡിൻ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ. ഓക്കെ മാം. ഓക്കെ, നമുക്ക് കോട്ടൺ വൂൾ അറിയാം. എന്താണ് നമ്മൾ കോട്ടൺ പഞ്ഞി എന്ന് പറയും അല്ലെ. ടേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മുറിവൊക്കെ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പ്. അതേപോലെ ബ്രഷ് നമ്മളത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷിനെയാണ് പറയുന്നത്. നിങ്ങൾ റോളർ ബാൻഡേജ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് പേര് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ കാണുന്നതാണ് റോളർ ബാൻഡേജ് കേട്ടോ. കാണുന്നുണ്ടോ? റോളർ ബാൻഡേജ് കേട്ടോ. സേഫ്റ്റി പിന്നെ എന്തെങ്കിലും മുള്ളോ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് ഒടിവോ ചതവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരെയും നമ്മുടെ കൈ താഴ്ത്തി ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ് ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഇതാണ് നോക്കട്ടെ. ട്രയാങ്കുലർ ബാൻഡേജ് കണ്ടോ? ഇമേജ് കാണാൻ പറ്റുന്നുണ്ടോ? നീഡിലാണ്. നീഡിൽ നിങ്ങൾക്ക് അറിയാം. സിസ്റ്റേഴ്സ്, ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ആയിട്ട് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫിക്സേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും കാലുമൊക്കെ ഇങ്ങനെ മുള്ളോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പല സൈസിലും നമുക്കത് അവൈലബിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടോ? ക്രോണിക് ലിങ്ക് എന്ന് പറഞ്ഞാല് മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള്
ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് തന്നെയാണിത്. ഇതില് മെഡിസിന്റെ പൗഡറും കൂടി ഉണ്ടാവും ഉള്ളൂ. ഒരു കൈൻഡ് ഓഫ് ബാൻഡേജ് ആണ്. സോറി അങ്ങനത്തെ ഒരു ബാൻഡേജ് ആണ് കേട്ടോ. ഒരു ബാൻഡേജ് ആണ്. ദെൻ പിന്നെ പറയുന്നത് സ്പ്ലിറ്റേഴ്സ് ആണ്. സ്പ്ലിറ്റേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ സ്പ്ലിറ്റേഴ്സ് ഒക്കെ പോലത്തെ ആണ്, പക്ഷെ ശരിക്കും വന്നില്ല കേട്ടോ. ഇതിന്റെ സ്ഥിതിയിൽ കാണിച്ചു തരാം. ബാൻഡേജ് എന്ന് പറയുന്നത് ക്രേപ്പ് ബാൻഡിനെയാണോ? ക്രേപ്പ് ബാൻഡിനെയാണോ ബോർക്ക് ബാൻഡേജ് എന്ന് പറയുന്നത്? അത് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ, കാരണം അത് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. ഓക്കെ. പിന്നെ സോൾട്ട്, നമ്മള് സോൾട്ട് പിന്നെ കാർബോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം അത് എന്താണ് കാർബോളിക് ആസിഡും സോഡിയം ബൈകാർബണേറ്റ് ഒക്കെ നമ്മൾ മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വിനെഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണ്. വിനെഗർ നമുക്ക് ആന്റിസെപ്റ്റിക് എന്ന് വെച്ചാൽ ആ മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറലി യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ആസിഡ് അല്ലെങ്കിൽ ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ആണ് വിനെഗർ. ദെൻ സ്പൂണ്, ടിഞ്ചർ ഓർ ഐഡ് എന്ന് പറയുന്നത് ഐഡിൻ സൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ മുറിവ് ക്ലീൻ ചെയ്യാറുണ്ട്. ടിഞ്ചർ എന്ന് പറയുന്നത് ഇതാണ്, കുഴമ്പുകൾ ഉണ്ടാവില്ലേ, നമ്മള് എന്താ പറയാ ചതറൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഴമ്പൊക്കെ ഇടാറുണ്ട്. അതാണ് ഓക്കെ ഇടാം. അതെ. ഓക്കെ, നമുക്ക് നോക്കാം ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ്. ഇനി എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് എന്നാണ് നെക്സ്റ്റ് പോർഷൻ. ടു ഗീവ് ദ ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റന്റ്ലി അറ്റ് ദ ടൈം ഓഫ് നീഡഡ്. എപ്പോഴാണോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത് ആ ടൈം, ആ കറക്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിരിക്കണം. ടു കണ്ടെയ്ൻ ഓൾ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിലെ എല്ലാ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കണം. ടു റിമൂവ് ദ കോസ് ഓഫ് ഇഞ്ചുറി ടു ദ പേഷ്യൻസ്. നമുക്ക് കോസ് ഓഫ് ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്, കാരണങ്ങൾ ഉണ്ടാവും. സോ ആ ഒരു കോസസ് നമ്മൾ റിമൂവ് ചെയ്യാൻ മാക്സിമം നോക്കണം. ടു കൺട്രോൾ ദ ബ്ലീഡിങ് ഫ്രം ദി ഇഞ്ചുറി. ഇനി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള നെസസറി സ്റ്റെപ്പ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് എടുക്കാം. ടു ചെക്ക് ദ to check the respiration of the patient and to restart is by artificial method. ഇപ്പൊ പേഷ്യന്റ് റെസ്പിറേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം. ടു കവർ ദ വൂണ്ട് ഓഫ് ഇഞ്ചുറി. നമ്മൾ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കവർ ചെയ്യണം, പ്രോപ്പറായിട്ട് അത് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. നല്ല ക്ലീൻ ആയിട്ടുള്ള പാട്ടൊക്കെ യൂസ് ചെയ്ത് ആ മുറിവ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. To maintain the temperature of the patient at normal level. പേഷ്യന്റെ ടെമ്പറേച്ചർ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത്രയും പോർഷൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ ഫസ്റ്റ് എയ്ഡ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
റീഡ് ചെയ്തോ? ഓക്കെ, നമ്മൾ ഇനി മൂവ് ആകുന്ന ടോപ്പിക് when if first aid is necessary and how. എപ്പോഴൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, അതേപോലെ നമ്മൾ അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫെയിന്റിംഗ് ആണ് ആദ്യം പറയുന്നത്. ഫെയിന്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയം സംഭവിക്കുക. ബോധക്ഷയം ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ബോധക്ഷയം സംഭവിക്കും? അല്ലെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ബോധക്ഷയം സംഭവിക്കുക എന്ന് നമുക്ക് പറയാം. ഫെയിന്റിംഗ് എങ്ങനെ ഒക്കെയർ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യാതെ ആകുമ്പോഴാണ് ഒരു പേഴ്സൺ മേ ബി ഫെയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ബോധക്ഷയം സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാർട്ടിൽ നിന്ന് എനഫ് ബ്ലഡ് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യുന്നില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഫെയിന്റ് ചെയ്യുന്നത് വലിയ പ്രശ്നമുള്ളതല്ല, കാരണം നമുക്ക് ഒരു 2 or 3 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തിരിച്ച് നമുക്ക് കോൺഷ്യസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഫെയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒരാൾ നിൽക്കാണ്, ആ സമയത്ത് പെട്ടെന്ന് ഫെയിന്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി സെവറൽ പെയിൻസോ ഇഞ്ചുറീസോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പൊ ഫെയിന്റ് ചെയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നിൽക്കുന്നതിനേക്കാളും സേഫ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ പിന്നെ എന്താണ്, അത് ഫെയിനിങ് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇരിക്കാൻ നോക്കാം. ദെൻ പിന്നെ എന്തൊക്കെയായിരിക്കും നമുക്ക് ഫെയിന്റ് ചെയ്യുമ്പോൾ തോന്നുന്ന ഫീലിങ്സ്? ആരെങ്കിലും ഫെയിന്റ് ചെയ്തിട്ടുണ്ടോ? ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും നമുക്ക് തോന്നുന്നത്? ഫേസ് പെയില് വരും, പിന്നെ നമ്മൾ ചുറ്റും നടക്കുന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പൊ കണ്ണിലേക്ക് ഇരുട്ട് കയറും ഇല്ലേ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? കണ്ണിൽ ഇരുട്ട് കയറും, പിന്നെ ശരീരം ഫുള്ള് വിയർക്കുന്ന പോലെ തോന്നും. വിയർക്കുന്ന പോലെ തോന്നുന്നു. വിയർത്ത് കണ്ണിൽ ഇരുട്ട് കയറി ഛർദിക്കാൻ അനുഭവപ്പെടും, ഛർദിക്കാൻ വരുന്ന പോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കാഴ്ച മങ്ങും, പിന്നെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, അതൊക്കെ ഓക്കെ. നമ്മുടെ മുഖമൊക്കെ പെട്ടെന്ന് വിളറി വെളുക്കും. ഓക്കെ, നോക്കാട്ടാ. Fainting. When the blood does not get enough blood, when the brain does not get enough blood and the heart does not function properly, a person may be faint. പ്രോപ്പർ ആയിട്ട് ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് ബ്ലഡ് എത്താതെ വരുമ്പോഴാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്, ഫെയിന്റ് ആകുന്നത്. Sometimes severe pain or injury can also be cause for fainting. Maybe നമുക്ക് പെയിന്റിങ്ങിന്റെ സമയത്ത് മേ ബി ഇഞ്ചുറീസോ അല്ലെങ്കിൽ പെയിനോ വരാനുള്ള ചാൻസ് ഉണ്ട്. Then the face will become pale. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നന്നായിട്ട് വിളറി വെളുക്കും. The speed of the breathing will be decreased. നമ്മുടെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറയും. The treatment എന്താ കൊടുക്കാൻ പറ്റുന്നത്? ഒരാൾ പെയിന്റ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് പോയി അയാളെ കവർ ചെയ്ത് നിൽക്കും ഇല്ലേ? സാധാരണ അങ്ങനെയല്ലേ ചെയ്യാറ്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ ഒരു വ്യക്തിനെ ഫ്രീ ആയിട്ട് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിലേക്ക്, ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റാണ് ആദ്യം വേണ്ടത്. ദെൻ കോൾഡ് വാട്ടർ നമ്മുടെ മുഖത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, സ്പ്രിങ്കിൾ ചെയ്യുക. ദെൻ പേഷ്യന്റിനെ എന്താ പറയാ, നമ്മൾ കിടത്തുന്നത് ഫീറ്റ്, നമ്മുടെ പാദങ്ങൾ ഉയർത്തി, തലയേക്കാൾ പാദങ്ങൾ ഉയർത്തി വേണം കിടത്താനായിട്ട് ശ്രമിക്കേണ്ടത്. പിന്നെ ക്ലോത്ത് അത്യാവശ്യം ലൂസ് ചെയ്യാനായിട്ട് നോക്കാം. ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ മേ ബി അതുകൊണ്ടും ആകാം പെയിന്റ് ചെയ്തിരിക്കുന്നത്, അപ്പൊ ഒന്ന് ലൂസ് ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മളിപ്പോ അസംബ്ലി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി 1 or 2 കുട്ടികൾ പെയിന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 1 or 2 ഇപ്പൊ നല്ല വെയിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല എന്താ പറയാ ഹോട്ട് ആയിട്ടുള്ള ടൈം ആണെങ്കിൽ പെട്ടെന്ന് എന്തുവാ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, പെയിന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ സ്റ്റെപ്സും കൊടുക്കാനായിട്ട്. കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് അലോ ചെയ്യരുത്. ഫ്രഷ് ആയിട്ടുള്ള എയർ കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ മുഖത്ത് എന്ത് ചെയ്യുക, വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതൊന്നും ചെയ്തിട്ട് ആൾക്ക് ബോധം വന്നില്ല എന്ന് വിചാരിക്കുക. നമ്മളപ്പോ എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ നമ്മൾ ബ്രീത്തിങ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്ത് ചെയ്യേണ്ടി വരും? ബ്രീത്തിങ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രീത്തിങ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ പ്രൊവൈഡ് ചെയ്യാം. എന്ത് കൊടുക്കണം? ബ്രീത്തിങ് ഇല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. ഇനി ബ്രീത്തിങ് ഇല്ല, അപ്പൊ തന്നെ നമ്മൾ എന്ത് നോക്കണം? പൾസ് ഉണ്ടോ നോക്കണം കേട്ടോ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുമ്പോൾ ആൾക്ക് പൾസ് ഉണ്ടോ നോക്കണം.
പൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിലുള്ള ആള് എന്താ കോൺഷ്യസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി എന്തില്ല, ബ്രീത്തിങ്ങും ഇല്ല, പൾസും ഇല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയാവോ? CPR ആണോ? അതെ, CPR ആണ് കൊടുക്കേണ്ടത്. അപ്പോ നമ്മള് ബ്രീത്ത് ചെയ്യുന്നില്ല, പൾസും ഇല്ല എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ബ്രീത്തിങ് നമ്മൾ ഇങ്ങനെ നോക്കി ചെക്ക് ചെയ്യാം. അതേപോലെ പൾസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വിസ്റ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റും. എവിടെയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലാത്ത പക്ഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് എന്താണ്, CPR പ്രൊവൈഡ് ചെയ്യാന്നാണ്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ എന്ത് കൊടുക്കാം, CPR കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കാണ്, ഫെയിന്റിംഗ് ആണ് നോക്കുന്നത്. ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം കേട്ടോ. ഫെയിന്റിംഗ്. When the brain does not get enough blood and the heart does not function properly, a person may be faint. നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മൾ ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെയിന്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ബ്രെയിനിലേക്ക് ബ്ലഡ് എത്തുന്നുമില്ല, ഹാർട്ട് പ്രോപ്പർ ആയിട്ട് ഫങ്ഷനും ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പേഴ്സൺ മേ ബി ഫെയിന്റ്. അങ്ങനെ വരികയാണെങ്കിൽ മേ ബി ഇഞ്ചുറീസോ പെയിനോ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുടെ ഫേസ് പെട്ടെന്ന് വളരെ വെളുക്കും, ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറയും. ഓക്കെ. ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പെയിന്റ് ചെയ്താണെങ്കിൽ കുറച്ച് ഫ്രഷ് എയറും അതേപോലെ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് കോൺഷ്യസ് ആവും. നമ്മളെ പേഷ്യന്റ് ഷുഡ് ബി മെയ്ഡ് ടു ലൈ വിത്ത് ദ ഫീറ്റ് റൈസ് ഹയർ ദാൻ ദ ഹെഡ്. നമ്മുടെ കാലിനേക്കാളും അല്ലെങ്കിൽ പാദത്തേക്കാളും തല ഉയർത്തി കിടക്കണം. ഓക്കെ. ക്ലോത്ത് ഷുഡ് ബി ലൂസ്. നമ്മുടെ ക്ലോത്ത് കുറച്ച് ലൂസ് ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ. പെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് 2 കാര്യങ്ങൾ പഠിച്ചു ഇല്ലേ? പെയിന്റിങ്ങിന്റെ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകൾ ഏതൊക്കെയാ പറഞ്ഞത്? 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ ഫ്രഷ് എയറും കോൾഡ് വാട്ടർ സ്പ്രിംഗ് ചെയ്യുക, അതേപോലെ ക്ലോത്ത് ഒക്കെ ലൂസ് ആക്കുക, അത് ഓക്കെയാണ്. പെയിന്റിങ്ങിന്റെ സിറ്റുവേഷനിൽ 2 ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു അത്? ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ്ങും CPR-ഉം. ഓക്കെ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും CPR-ഉം ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അത് നമ്മളൊരു ടെസ്റ്റില് ഇതിന്റെ പോർഷനിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ സെമിനാർ തരാണ് കേട്ടോ. ആരാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ സെമിനാർ എടുക്കാനായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് സെമിനാർ എടുക്കുന്നത് ആരാണ്? ഞാൻ ചെയ്യാം. ഓക്കെ. ലവ്ലി മാതിരിയും ചെയ്തോ. 2 പേര് വേണം. ഇനി എന്നായിരിക്കും മാം ക്ലാസ്? നെക്സ്റ്റ് വീക്ക് ആണോ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലേ? അതെ. ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് അല്ലേ മാം? അതന്നെ. ലവ്ലിയും എഴുതിയിട്ടുണ്ട്. അതേപോലെ CPR ആരാ എടുക്കാൻ തയ്യാറായിട്ടുള്ളത്? ഒരു മിനിറ്റ്. ലാസ്റ്റ് ക്ലാസ്സിൽ സെമിനാർ എടുക്കാത്തവരാട്ടോ. സ്നേഹ, രശ്മി, അസീന ഇവര് പറയണ്ടാട്ടോ. CPR ഞാൻ എടുക്കാം മാം. ഓക്കെ. സൗമ്യ അല്ലേ? സൗമ്യ ടോണി. സൗമ്യ. CPR 2 പേരും കൂടി പറയണോ കേട്ടോ. സിബി? എനിക്ക് പറയാമെങ്കിൽ ഞാൻ പറഞ്ഞ രശ്മി രാജൻ പറയാൻ പറ്റുമെങ്കിൽ. എന്താ രശ്മി നേരത്തെ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ. രശ്മിയും എഴുതാണ്, സിബിനെയും എഴുതാണ് കേട്ടോ. രശ്മി രാജൻ. ഓക്കെ. രശ്മി രാജൻ. ഞാൻ അത് രശ്മി നമ്മൾ കോമൺ ചൈൽഡ് ഡിസീസിന് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ രശ്മിനെയാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടാ. അതാ ഞാൻ ഇനിഷ്യലായി ചേർത്ത് പറഞ്ഞ മാം. അത് രശ്മി ആരോമലാണ് മാം. ഓക്കേടാ. മാം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഒന്നും കൂടെ പറയാമോ? ഏത് സമയത്താണ്? ഓക്കെ. നമ്മള് ബ്രീത്തിങ് ചെക്ക് ചെയ്തു, ബ്രീത്ത് ചെയ്യുന്നില്ല. നമ്മൾ പൾസ് ചെക്ക് ചെയ്തപ്പോ പൾസ് ഉണ്ട്, പേഷ്യന്റ് പൾസ് ഉണ്ട്. സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാള് ഫെയിന്റ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അതേപോലെ ഷോക്ക് ചെയ്ത് കഴിഞ്ഞാല്, പെട്ടെന്ന് ഷോക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ പൾസ് ചെയ്യുമ്പോൾ പൾസ് ഉണ്ട് പക്ഷെ ബ്രീത്ത് ചെയ്യുന്നില്ല, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ പോകൂലേ,
മുങ്ങിപ്പോകുന്ന ഒരു ഡ്രോയിങ്, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ CPR ഞാൻ പറയാം ആരൊക്കെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും CPR എടുക്കേണ്ടതെന്ന്. ആതിര ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, ലൗലി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കേട്ടോ. CPR സൗമ്യ, സിബി, രശ്മി, രാജ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് തയ്യാറായിട്ട് വരണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലീഡിങ് ആണ് കേട്ടോ. നമുക്ക് മുറിവുകൾ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അല്ലെ, ചെറിയ മുറിവുകൾ സംഭവിക്കാം, മേ ബി ഹെവി ആയിട്ടുള്ള മുറിവുകൾ സംഭവിക്കും. എപ്പോഴാണ് നമുക്ക് മുറിവുകൾ സംഭവിക്കുന്നത്? നമ്മളുടെ വെയിനോ കാപ്പിലറിയോ ഓർ ആർട്ടറിയിലോ എന്തെങ്കിലും കട്ടോ ഇഞ്ചുറീസോ വരുമ്പോഴാണ് നമുക്ക് ബ്ലീഡിങ് സംഭവിക്കുന്നത് അല്ലെ. ബ്ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെയാണ് എന്റെ കയ്യിൽ ഇവിടെയാണ് ബ്ലീഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ താത്തിയിടാനായിട്ട് പാടില്ല. കാരണം എന്താണ്? ഇതിലൂടെ ബ്ലഡ് ഫുള്ളായിട്ട് ഫ്ലോ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തി പിടിക്കണം. ഒറിജിനൽ പൊസിഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? കൈ ഉയർത്തി പിടിക്കാനായിട്ട് നോക്കണം. അല്ലാടാ, നാളെയാണെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതാ ഞാൻ ചോദിച്ചത്. ഫ്രൈഡേ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കൈ എന്ത് ചെയ്യണം? ബ്ലീഡിങ്ങിന്റെ സിറ്റുവേഷനിൽ കൈ ഉയർത്തി പിടിക്കാനായിട്ട് നോക്കണം. ദെൻ നമ്മൾ ഇപ്പൊ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റീഅഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കോൾഡ് വാട്ടർ ഉപയോഗിച്ച് അത് വാഷ് ചെയ്യുക. ദെൻ നമ്മൾ ക്ലിഞ്ചർ ഓർ അയഡിൻ യൂസ് ചെയ്ത് അത് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് അത് ബാൻഡേജ് ചെയ്ത് നോക്കണം. ഇനി നമ്മളിങ്ങനെ ചെറിയ മുറിവുകളൊക്കെ കെയർലെസ് ആയിട്ട് വിട്ടു എന്ന് വിചാരിക്കുക, നമുക്ക് അതിലൂടെ പല പല അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷൻസ് ഒക്കെ വരും. നമുക്കറിയാം ടെറ്റനസ് പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ആ ഒരു ഇഞ്ചുറിയിലൂടെ എന്താണ് നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് എൻ്റർ ആകാനും നമ്മുടെ ഫുൾ ബോഡിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ചെറിയ മുറിവാണെങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യണം. ഓക്കെ, ബ്ലീഡിങ് അപ്പൊ ഒരാൾ വായിച്ചേ. ഞാൻ വായിക്കാം മാം. ബ്ലീഡിങ് അല്ലേ? When there is some ഓക്കെ, വായിച്ചോട്ടെ മാം. സൗണ്ട് കേൾക്കുന്നില്ല. When there is some injury or cut in the capillary, artery or vein, there will be bleeding. ട്രീറ്റ്മെന്റ് വായിക്കണം മാം. Treatment. The injured part should be up above its original position. Skin should be readjusted and washed with cold water. Tincture or iodine should be applied the bandage rightly. Snake biting. ഓക്കെ, മതി മതി. ലവ്ലി ഓക്കെ ഇടാം. ബ്ലീഡിങ് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഒരു ഇൻസിഡന്റിലേക്ക് പോവാണ്. സ്നേക്ക് ബൈറ്റ്. പാമ്പ് കടിയേറ്റാൽ എന്താ ചെയ്യണം? നമ്മൾ കാണുന്ന എല്ലാ പാമ്പുകളും വിഷമുള്ള പാമ്പുകളാണോ? പോയിസണസ് സ്നേക്ക് ആണോ? അല്ല. അല്ല. നമ്മൾ കാണുന്ന ഭാഗം പാമ്പുകളും എന്തല്ല? പോയിസണസ് അല്ല. പക്ഷേ പാമ്പ് കടിയേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയല്ലേ വരുന്ന മനസ്സിലേക്ക് അല്ലെ? ടെൻഷൻ ആവും, ഷോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ ഷോക്ക് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ്, ഒരു സ്നേക്ക് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ പാമ്പ് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് നമുക്ക് പാമ്പിനെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ പാമ്പുകളുടെ ബൈറ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, വെനമസ് സ്നേക്ക് ആണോ നോൺ വെനമസ് സ്നേക്ക് ആണോ എന്ന് നമുക്ക് ആ പാമ്പിന്റെ ബൈറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ വെനമസ് സ്നേക്കിന്റെയും നോൺ വെനമസ് സ്നേക്കിന്റെയും ബൈറ്റ് കാണിച്ചു തരാം കേട്ടോ.
ഇപ്പൊ നിങ്ങൾ കാണുന്നതിൽ ഫസ്റ്റ് കാണുന്ന പിക്ചർ നോൺ വെനമസ് സ്നേക്കിന്റെ ബൈറ്റ് ആണ്. ഒത്തിരി എന്തുണ്ടാവും, ടീത്ത് ഇങ്ങനെ അമർന്നത് പോലെ ഉണ്ടാവും നോൺ വെനമസ് സ്നേക്കിന്റെ. വെനമസിലാണെങ്കിൽ രണ്ട് പോയിസണസ് സ്നേക്കിലാണെങ്കിൽ രണ്ട് ദംശകള് കൂടുതലായിട്ട് ഇങ്ങനെ ബോൾഡ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇതില് രണ്ട്, അത് ഏറ്റവും കാണുന്നില്ല രണ്ട് പല്ലുകൾ. ഓക്കെ, ഇത് വെനമസ് സ്നേക്ക് ആണ്. ഇപ്പൊ ഇവിടെ കാണുന്നത് നോൺ വെനമസ് സ്നേക്ക് ആണ്. ഓക്കെ, നമ്മൾ ആ പാമ്പ് ഏത് പാമ്പാണ് ബൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, വേറൊരു ഇമേജ് ഉണ്ടായിരുന്നു, നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഓക്കെ, ഇത് ട്ടാ ഇങ്ങനെയാണ്. ഇത് വെനമസ് സ്നേക്ക് ആണ്, നോൺ വെനമസ് സ്നേക്ക് ആണ്. നമുക്കിനി ഒരാളെ പാമ്പ് കടി ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? അല്ലാതെ ടെൻഷനൊന്നും അടിക്കില്ലല്ലോ പാമ്പ് കടിയിട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ടെൻഷൻ ആവില്ലല്ലോ. ഇന്ന് വാർത്തയിൽ ഒരു മരണം ഉണ്ടായിരുന്നു മാം. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന വഴിക്ക് അമ്മ മരണപ്പെട്ടു. 28 വയസ്സുള്ള ഒരു കുട്ടി. അതെങ്ങനെ പാമ്പ് കടിയിട്ടോ? ആ, രാത്രിയിൽ ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് വെളിയിൽ ഇറങ്ങിയതാ, കാലിൽ പാമ്പ് കടിച്ചു. ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളപ്പോ ശ്രദ്ധിക്കണം. നമ്മള് എന്താ പറയാ, ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ക്ലീൻ ഒക്കെ ചെയ്തിടാ. ഈ പാമ്പുകൾ വന്ന് ആർക്കാത്ത രീതിയിലൊക്കെ നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ചെറിയൊരു വേദനയല്ലേ ഉണ്ടാവുള്ളൂ മാം, പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാമില്ല. ശ്രദ്ധിക്കില്ല, എന്തെങ്കിലും കുത്തിയതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. ആ, പക്ഷേ അത് മേ ബി സ്നേക്ക് ബീറ്റ് ആവാം. നമ്മളത് ശ്രദ്ധിച്ചിരുന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തൊക്കെ നോക്കുകയായിരുന്നെങ്കിൽ സ്നേക്ക് ബീറ്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയാലേ. ഓക്കെ, അപ്പോ സ്നേക്ക് ബൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഭൂരിഭാഗം സ്നേക്കും എങ്ങനെയല്ല, പോയിസണസ് സ്നേക്ക് അല്ല. ബട്ട് അതിന്റെ ബൈറ്റ് മേ ബി ബ്രിങ്സ് ഒരു പേഴ്സണെ ഷോക്കിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. സോ എങ്ങനെയാണ് ഒരു പാമ്പ് കടി ഏറ്റ ഒരു പ്ലേസിൽ എബോ ആൻഡ് ബിലോ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെയാണ് പാമ്പ് കടി ഏറ്റെങ്കിൽ എബോ അതേപോലെ തന്നെ ബിലോ നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്യണം. ബാൻഡേജ് നല്ല രീതിയിൽ മുറുക്കി കെട്ടാം. എന്ന് വെച്ചാൽ ബ്ലഡ് ഫ്ലോ നമ്മുടെ ബോഡിയിലേക്ക് പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാൻഡേജ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ബാൻഡേജ് ചെയ്യാം. ദെൻ അവർ പറയുന്നത് ഷാർപ്പ് ആയിട്ടുള്ള നൈഫ് യൂസ് ചെയ്ത് ആ പോയിസണസ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യാന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പറയാ, എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാൾ ചെയ്യുകയാണെങ്കിൽ മേ ബി അത് ആ പേഷ്യന്റ് റിസ്കിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഈ ബാൻഡേജ് കെട്ടുന്നത്, ഇപ്പൊ പോയിസണസ് സ്നേക്ക് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആയാലും ബാൻഡേജ് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ മുറുക്കി കെട്ടുന്നത് കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ നൈഫൊക്കെ യൂസ് ചെയ്ത് അത് മുറിവ് ക്രിയേറ്റ് ചെയ്ത് ബ്ലഡ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്നേക്ക് പോയിസണസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ബോഡിയിൽ നിന്ന് അങ്ങനെ ബ്ലഡ് പോകുന്നതിലൂടെ ആ പേഷ്യന്റെ ലൈഫ് റിസ്കിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, പോയിസണസ് സ്നേക്ക് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആണോ എന്ന് ആദ്യം തന്നെ തിരിച്ചറിയുക. ബാൻഡേജ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്യാൻ നോക്കുക. എബോ ആൻഡ് ബിലോ ഇൻഷുർ ചെയ്ത് ബിലോ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്യാം. എത്രയും പെട്ടെന്ന് പേഷ്യന്റ് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ആന്റിവെനമുള്ള ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യാൻ നോക്കുക, പേഷ്യന്റിനെ കൊണ്ട് എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ആന്റിവെനമുള്ള ഈ പോയിസണസ് സ്നേക്ക് ബീറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ആ ഒരു ആന്റിവെനം അത് ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യന്റിനെ കൊണ്ട് കൊണ്ടുപോകാൻ നോക്കുക. ഈ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും പേഷ്യന്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഉറങ്ങാനായിട്ട് അനുവദിക്കാൻ പാടില്ല. കാരണം ഉറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ട്രീറ്റ്മെന്റിനോട് പ്രതികരിക്കില്ല. സോ നമ്മൾ പേഷ്യന്റ് കോൺഷ്യസ് ആവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ പേഷ്യന്റ് ഉറങ്ങുകയാണെങ്കിൽ മയക്കം കോൺഷ്യസിലേക്ക് പോവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കവളത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. സോ ആള് അൺകോൺഷ്യസിലേക്ക് പോവില്ല. എന്നുവെച്ചാൽ പേഷ്യന്റിന് സ്ലീപ്പ് ഉറങ്ങാനായിട്ട് അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിൽ പേഷ്യന്റ് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നമ്മളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തായാലും എവിടെയൊക്കെയാണ് ആന്റിവെനത്തിന് ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റൽ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇന്ന ഹോസ്പിറ്റലിൽ ആന്റിവെനത്തിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നമ്മൾ എവിടെയാണ്, നമ്മുടെ വീടിനടുത്ത്
എവിടെയാണെന്നുള്ളതും അതേപോലെ തന്നെ നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്ത് എവിടെയെങ്കിലും ആന്റിവെനത്തിലെ ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് പേഷ്യന്റിനെയും കൊണ്ട് എത്താൻ പറ്റുന്ന ഹോസ്പിറ്റൽ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ ഓക്കെ ബൈറ്റിംഗ് ആരെങ്കിലും ഒരാൾ വായിച്ച് റീഡ് ചെയ്തേ. But even their might bring about demise on account of the shock. So it is very required to apply first aid. Bandage should be used tightly above and below injury. The injury must be enlarged with a clean and sharp-edged knife. This helps the poisoned blood to flow out. The patient should not be let to sleep. Thank you. ക്ലിയർ ആയോ സ്നേക്ക് ബൈറ്റിനെ കുറിച്ചിട്ട്? അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈപ്പ് നമ്മൾ വെനമസ് സ്നേക്കിന്റെയും നോൺ വെനമസ് സ്നേക്കിന്റെയും ബൈറ്റ് ആണ് എപ്പോഴും ശ്രദ്ധിച്ചു വെക്കേണ്ടത്. ഏതാണ് പോയിസണസ് സ്നേക്ക്, ഏതാണ് നോൺ പോയിസണസ് സ്നേക്ക് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്യുക, പേഷ്യന്റിനോ ഉറങ്ങാൻ അനുവദിക്കാതെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഓക്കെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഡ്രോണിങ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി മരണം അല്ലെങ്കിൽ ഓക്കെ നമ്മളിപ്പോ മഴക്കാലാണ് അല്ലെ, ഒത്തിരി ഇപ്പൊ പുഴയിലായാലും അതേപോലെ തന്നെ കുളത്തിലായാലും കുട്ടികളൊക്കെ ഇങ്ങനെ കുളിക്കാനൊക്കെ പോകും അല്ലെ. പ്രോപ്പർ ആയിട്ട് സൂപ്പർവിഷൻ ഇല്ലാതെ ഇതേപോലെ പുഴയിലൊക്കെ ഇറങ്ങുന്ന കുട്ടികൾ മേബി ഒഴുക്കിൽപ്പെടാനും അല്ലെങ്കിൽ മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എപ്പോഴും ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന വാർത്തയാണ് അല്ലെ. ഇനി എപ്പോഴും എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും കുട്ടികള് ഇപ്പോ അത് എടുക്കണമെന്നില്ല, അതൊരു എന്താ പറയാ അത്ര കെയർഫുൾ ആവണമെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, ഇപ്പൊ ഒരാള് വെള്ളത്തിൽ പോയി അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഒഴുക്കിപ്പെട്ടെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് രക്ഷപ്പെടുത്താൻ പോകുന്ന ആളായിരിക്കും ചിലപ്പോൾ മരണം സംഭവിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ന്യൂസില്? വെള്ളത്തിൽ വീണ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ ആള് മരണം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സിനിമയില് ആക്ഷൻ ഹീറോ ബിജുല്ലേ, അതിലൊരു ഇൻസിഡന്റ് പറയുന്നില്ലേ, ഒരു അമ്മയും 2 കുട്ടികളും കൂടി വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നേവി ഉദ്യോഗസ്ഥനാണ് ഇറങ്ങിയത്. കുട്ടീനെ ആദ്യം അമ്മേനെ കരയ്ക്ക് കൊണ്ടുവന്ന് അടുപ്പിച്ചു. പിന്നെ അമ്മയ്ക്ക് ബോധമുണ്ടായിരുന്നു. സോ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടീനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, ചാടി. പക്ഷെ ഇപ്പോഴും എന്ത് കിട്ടിയിട്ടില്ല, ആ ഒരു നേവി ഉദ്യോഗസ്ഥന്റെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് റിയൽ ആയിട്ട് സംഭവിച്ച കാര്യമാണ്, കൊച്ചിയിൽ റിയൽ ആയിട്ട് നടന്നൊരു ഇൻസിഡന്റ് ആണത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേവി ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ വെള്ളത്തിനോട് അല്ലെങ്കിൽ കടലിലൊക്കെ എന്തോരം ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പോലും അത് എന്താ പറയാ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ലെങ്കിൽ നമ്മളുടെയൊക്കെ അവസ്ഥ, നമ്മള് എപ്പോഴും ഒരാൾ രക്ഷപ്പെടുത്താൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള ആൾക്കാരോട് പറയാ, ഞാൻ ഇന്നാളെ ഒരാൾ വീണിട്ടുണ്ട് പുഴയില്, അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ പോവുകയാണ്. അതേപോലെ എന്തെങ്കിലും അടുത്ത റിസോഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ കയറോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ മാക്സിമം അത് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഒഴുക്കിപ്പെട്ട് പോകുന്ന ആൾക്ക് കയറിട്ട് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ കയർ ഏതെങ്കിലും മരത്തിൽ കെട്ടിയിട്ട് ആ കയറിൽ നമ്മളെ കെട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പുഴയിലേക്ക് ചാടാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ പാടുള്ളൂ. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, സാധാരണ വെള്ളത്തിൽ പോയിട്ട് ഒരാളെ കരക്കെടുക്കുമ്പോൾ ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, കോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആളെ എന്ത് ചെയ്യുക, ഒന്ന് മുട്ടില് അല്ലെങ്കിൽ എന്താ പറയാ ഡൗൺവേർഡ് പൊസിഷനിൽ ഇരുത്തിയിട്ട് ഫീറ്റ് അപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺവേർഡ് പൊസിഷനിൽ ഇരുത്തിയിട്ട് പുറത്ത് എന്ത് ചെയ്ത് കൊടുക്കുക, തട്ടിക്കൊടുക്കുക. വെള്ളം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. അല്ലാതെ സിനിമയിലൊക്കെ എങ്ങനെയാണ്, ഒരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞ് വേഗം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റൊമക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കളയും അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? കണ്ടിട്ടുണ്ടോ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പോ വെള്ളത്തിൽ പോയപ്പോ നമ്മളുടെ വയറ്റിലേക്ക് എന്ത് പോയിട്ടുണ്ടാവും, വെള്ളം പോയിട്ടുണ്ടാവും. നോർമൽ ആണ്, കുഴപ്പമൊന്നുമില്ല. വയറ്റിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ വേറെ പ്രശ്നമില്ല. പക്ഷെ നമ്മളിങ്ങനെ വയറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്ത്
അത് ലങ്സിലേക്ക് കയറാനും അത് ഇൻഫെക്ഷൻ വരാനും ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വയറ്റിലിങ്ങനെ പ്രസ് ചെയ്ത് വെള്ളം കളയാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുഞ്ഞു കുട്ടികൾക്ക് നമ്മള് എന്താ പറയാ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തോളത്തട്ടില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ അതേപോലെ തന്നെ നമ്മള് വെള്ളത്തിൽ പോയ ആളെ ഇരുത്തിയിട്ട് നല്ല രീതിയിൽ പുറത്ത് ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുക്കാം, തട്ടിക്കൊടുക്കുക. അങ്ങനെ വെള്ളം കളയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ ആൾക്ക് കോൺഷ്യസ് അല്ല, ആൾക്ക് ബോധമില്ലെങ്കിൽ, ചില ആൾ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, റെസ്പിറേഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, റെസ്പിറേഷൻ ചെക്ക് ചെയ്യാം. റെസ്പിറേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. അതേപോലെ തന്നെ പൾസും റെസ്പിറേഷൻ ചെക്ക് ചെയ്യാം. പൾസ് ഉണ്ട് ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. ഇനി പൾസ് ഇല്ല, ബ്രീത്ത് ചെയ്യണില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, എന്താ കൊടുക്കണ്ടേ, പൾസും ഇല്ല, CPR കൊടുക്കാം. ഓക്കെ ഓക്കെ. ദെൻ ആ പേഴ്സൺ ഇപ്പൊ ആൾ കോൺഷ്യസ് ആവുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഡ്രസ് ഭയങ്കര നനഞ്ഞിരിക്കായിരിക്കും, പെട്ടെന്ന് ഷിവറിങ് വരാനും അല്ലെങ്കിൽ ഫിക്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആ നനഞ്ഞ ക്ലോത്ത് എന്ത് ചെയ്യുക, മാറ്റി നല്ല ഹോട്ട് ആയിട്ടുള്ള വാം ആയിട്ടുള്ള ടവല് കൊടുക്കുകയും ചെയ്യാം. കുറച്ച് ചൂടുവെള്ളം ഹോട്ട് ആയിട്ടുള്ള വാട്ടർ കൊടുക്കുക. പിന്നെ ആ വെറ്റ് ആയിട്ടുള്ള നനഞ്ഞ ക്ലോത്ത് റിമൂവ് ചെയ്ത് നല്ല അത്യാവശ്യം ഹോട്ട് ആയിട്ടുള്ള ക്ലോത്ത് ഇടുകയും ചെയ്താൽ മതി. അപ്പൊ ഇനി ഡ്രോൺ മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയും കൂടി നിങ്ങൾക്ക് തരാണേ. ഒരു ആക്ടിവിറ്റിയും കൂടി തരാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീക്കിലേക്ക്. എല്ലാവരും ചെയ്യണേ. സെമിനാർ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നമുക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. അതിൽ മേ ബി ബാൻഡേജസ് വേണം, പിന്നെന്താണ് കോട്ടൺ വൂൾ വേണം, ആന്റിസെപ്റ്റിക് ലോഷൻസ്, ബച്ചാഡിങ്, പിന്നെന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട ഐറ്റംസ് നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോരുത്തരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. മിസ് സെമിനാർ ബാക്കിയുള്ള നോട്ടിൽ എഴുതണോ? ഇല്ല കുഴപ്പമില്ല കേട്ടോ, വേറെ ആരും നോട്ടിൽ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഞാനാണ്, രശ്മി ആരോമൽ. പറഞ്ഞോട്ടാടാ. Okay, ma'am. Good morning to all. I am very pleased to express my gratitude to Aparna ma'am. Class started with prayer by Lovely, sign in by Renu, and the meaningful thought by Famida about success. Although the class was delayed but the patience of our beloved students and the informative class by Aparna ma'am balanced it. The class was about first aid and the importance of first aid unit. We talked about importance of golden hour. Cotton wool, tape, brushes, etc. are discussed here. Duties of first aid. To give first aid on time with apt first aid material and remove the causes of injuries, to control bleeding, check the respiration and restart it by artificial methods, cover the wounded part and also maintain appropriate body temperature. And then we discussed about when and how this occurs. Fainting. Fainting means when the brain and heart lacks the blood circulation. Failing of face, heart rate decreases. And then treatment about it: give fresh air, cold water is sprinkled, clothes should be loosened. And then we spoke about bleeding, injury in capillaries, arteries, or vein. The injured part should be above its original position, tied above its original position. Skin is readjusted and washed with cold water. In between, we selected Lovely, Sibi, and Saumya to take seminar about artificial respiration and for the seminar. Then we spoke about snake bite. That is first aid is given. That is, we
also seen about the non-venomous bite and venomous bite. Bandage is also used in tightly below and above injury. Patients should not let to sleep. Then about drowning, face should be downward and feet should be up. Waist should be pressed with both hands. Dry with towel and hot water bottle is also provided. Remove wet clothes. Then we discussed about the burns and scars. If no, ma'am. Okay, okay, ma'am. Okay. Thank you. This was about the class. Thank you. Okay, thank you, Lakshmi. നന്നായിട്ട് പറഞ്ഞു കേട്ടോ.